Hi dears, welcome back to my YouTube channel. ഇന്ന് നമ്മുടെ ടൂറിൻ്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. സെക്കൻഡ് ഡേ നമ്മൾ എത്തിയിട്ടുള്ളത് നൈറ്റാണ്. ഊട്ടിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മൾ സ്വെറ്ററും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വലിയ ആൾക്കാരൊന്നും സ്വെറ്ററൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമും കാര്യങ്ങളായിരുന്നു കേട്ടോ. ഒരു ഹാളും അതുപോലെ തന്നെ 3 ബെഡ്റൂം, കിച്ചണ്, അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള രണ്ട് റൂമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പുറത്ത് ബോയ്സിനും ഇവിടെ ഗേൾസിനും വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളും ഞങ്ങളും എല്ലാം ഇവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ കയറി വരുമ്പോഴുള്ള ഫസ്റ്റ് റൂം. ഇങ്ങനെ ഇതുപോലെ ബെഡും പിന്നെ ഒരു ഫാമിലി കോട്ടും ആയിരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ തന്നെ ഒരു ബാത്റൂം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു കിച്ചൺ സെറ്റപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ ഒരു വലിയ ബെഡ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം അതിനകത്തോട്ട് തന്നെ അതേപോലെ ഒരു വലിയ ബെഡ്റൂമും ഒരു ബാൽക്കണിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തന്നെയാണ് കേട്ടോ ഈ പാത്രങ്ങളും കാര്യങ്ങളും ഗ്യാസ് സിലിണ്ടറും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നൈറ്റ് നമ്മൾ കുക്ക് ചെയ്യാനായിട്ടുള്ള പ്ലാനായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തന്നെ മട്ടനും ചിക്കനും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. മട്ടൻ വെച്ചിട്ട് കറി വെക്കാനും ചിക്കൻ അതുപോലെ മസാല ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഉള്ളി പീൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എളുപ്പത്തിന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കയറി കേട്ടോ. അപ്പോഴേക്കും അവിടെ ഗീ റൈസ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഗീ റൈസ് ദമ്മാക്കി നെക്സ്റ്റ് നമുക്ക് മട്ടൻ കറി വെക്കാമെന്നുള്ളതായിരുന്നു കേട്ടോ. പക്ഷേ നല്ല വേവുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ടൈം എടുക്കുമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഗീ റൈസ് മാറ്റി വെക്കാമെന്നുള്ള പ്ലാനിൽ ഗീ റൈസ് ചെയ്ത് വെച്ചു. പിന്നെ ചിക്കൻ അതുപോലെ തന്നെ മസാല ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബോയ്സ് എല്ലാവരും കൂടി കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരെല്ലാവരും ആയിരുന്നു നമ്മളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നത്. ഇതെല്ലാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നൈറ്റിലത്തെ ആയിരുന്നു കേട്ടോ. അതിനുശേഷം മോർണിംഗ് ആയപ്പോൾ ഒരു റൂമിന് പുറത്ത് ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ ആ ഒരു വ്യൂ ആണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇത് അവിടെ ഒരുപാട് നൈറ്റ് തന്നെ ഒരുപാട് ഹോസസ് ഉണ്ടായിരുന്നു. ആ ഹോസസിനൊക്കെ അതുപോലെ ഫുഡ് കൊടുക്കുകയും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റൂമിൽ ഇതുപോലെ ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചായ കുടിച്ചു. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു റൂം. അവിടെ ഈ മോളും 2 ആൾക്കാരാണ് കേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോർണിംഗ് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ ആൾ ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ട്. അപ്പോൾ ഇതിന് പുറത്തേക്ക് വരുന്ന ഡോറ് വരുന്നത് കേട്ടോ, ഒരു ബാൽക്കണി. അത് തുറക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് കേട്ടോ ഇത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. സൂപ്പറായിട്ടുള്ള വീടുകൾ പല പെയിൻറ്റിലുള്ളത് കൊണ്ട് തന്നെ കാണാനായിട്ട് വളരെ മനോഹരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം നമുക്കവിടെ ആസ്വദിച്ച് നിൽക്കാനായിട്ട് തോന്നി. ഞാൻ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ എൻ്റെ അമ്മ പിന്നെയും ചായ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ കുറച്ച് നോക്കിക്കൊണ്ടൊക്കെ നിന്നു. അപ്പോഴേക്കും ടൈം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം നമുക്കിനി നെക്സ്റ്റ് പോകാനുള്ളത് ഈ റൂം വെക്കേറ്റ് ചെയ്യുക, അതിനുശേഷം നെക്സ്റ്റ് സ്ഥലം പിടിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ മോൻ വന്നിട്ട് എല്ലാവരെയും ഉണർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോരുത്തരെ വിളിച്ച് അടിച്ചടിച്ച് ഇങ്ങനെ ഉണർത്തുന്നുണ്ടായിരുന്നു. നമ്മളെ കൂട്ടത്തിലെ വില്ലനാണ് കേട്ടോ ഇവനാണ് നമ്മുടെ അവിടുത്തെ വികൃതി. ആൾക്ക് 2 വയസ്സായിട്ടില്ല. അപ്പോൾ ഓരോ സംശയങ്ങളാണ് കേട്ടോ. അവൻ കൈ ചൂണ്ടിയിട്ട് അതെന്താ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് ഓരോന്ന് കൈ ചൂണ്ടിയിട്ട് അതെന്താന്ന് ചോദിക്കും. നമ്മളതിങ്ങനെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അതിനുശേഷം പിന്നെയും പോയിട്ട് മോനെ വിളിച്ചുണർത്തുകയാണ്, എണീക്ക് എന്ന് പറഞ്ഞിട്ട്. ആൾ രാവിലെ എണീറ്റ് എല്ലാവരെയും ഉണർത്താനായിട്ട് വന്നതാണ് കേട്ടോ. മോൻ അപ്പുറത്തെ റൂമിലായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങൾ പിന്നെ കുട്ടികളൊക്കെ വിളിച്ചുണർത്തി എല്ലാത്തിനെയും പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റെഡിയായി, എല്ലാവരും റെഡിയായി ഇറങ്ങി. റൂം വെക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ലഗേജും കാര്യങ്ങളൊക്കെ എടുക്കാമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടേക്ക് കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും എല്ലാം എടുത്ത് വെച്ചിട്ട് നമ്മൾ വണ്ടി പാർക്കിങ്ങിൽ ഇട്ടിരിക്കുകയായിരുന്നു. വണ്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ സെക്കൻഡ് കാണുന്ന ബിൽഡിംഗ് ആണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള റൂമും കാര്യങ്ങൾ തന്നെ.
അഫോർഡബിൾ റേറ്റിൽ തന്നെയാണ് കേട്ടോ നമുക്ക് 2 റൂമും കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാണുന്ന വ്യൂസാണ് കേട്ടോ ഇതൊക്കെ. നമ്മൾ നൈറ്റ് വന്നതുകൊണ്ട് തന്നെ ഇത്രയ്ക്കും നന്നായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നൈറ്റ് വ്യൂവിൽ. അപ്പോൾ ഡേയിലുള്ള വ്യൂ ആണ് കേട്ടോ. അടിപൊളി മനോഹരമായിട്ടുള്ള സൂപ്പർ വീഡിയോകളായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ആസ്വദിച്ച് പോവായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ വണ്ടിക്ക് ഫ്രണ്ടിൽ കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി മെല്ലെ എടുക്കാനേ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ശേഷം നമ്മൾ വരുന്നത് അവിടെ ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രി. അപ്പോൾ നമ്മൾ ടിക്കറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് ആൾക്കാർ കയറി, അടുത്ത ആൾക്കാർ കയറാൻ വേണ്ടി നമ്മളവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും എൻട്രി ആയി. അതിനുശേഷം നമ്മൾ നടക്കുകയാണ് കേട്ടോ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പുറത്ത് കാണുന്ന കണക്കല്ല, അതിനകത്തേക്ക് കയറുമ്പോഴാണ് അടിപൊളി. ഫ്ലവേഴ്സും ഫുള്ള് ഫ്ലവേഴ്സാണല്ലോ. അപ്പോൾ ഒരുപാട് വെറൈറ്റി ഫ്ലവേഴ്സ് ഉണ്ട്. പക്ഷേ എനിക്ക് ഈ പ്ലാന്റ്സിനോടൊന്നും തന്നെ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ഒരുവിധം പ്ലാന്റ്സിൻ്റെയോ ഫ്ലവേഴ്സിൻ്റെ നെയിമോ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയത്തില്ല. അതുമാത്രമല്ല, കുട്ടികൾക്ക് ഇവിടെ വന്നിട്ട് അവർക്ക് വലിയൊരു താല്പര്യം തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ പ്ലേസൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെയാണ് ഈ കുട്ടികളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 4 ഗേൾസിനും നമ്മൾ ഒരുപോലത്തെ കളർ ചേഞ്ചിലുള്ള ടീഷർട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളതൊക്കെ ഇടിപ്പിച്ചിട്ട് ഫോട്ടോ സെക്ഷൻ എടുക്കുകയാണ് കേട്ടോ. ആരും തന്നെ ഫോട്ടോ എടുക്കാനൊന്നും വില്ലിങ് ആവുന്നില്ല. അത് മാത്രമല്ല, എല്ലാവരും വേറൊരിടത്തേക്ക് പോവുകയാണ്, നമ്മളെ കൂടെ നിന്ന് വരാൻ കൂട്ടാക്കുന്നില്ല. അവർക്ക് കുറച്ച് പാർക്കൊക്കെ ആണെങ്കിൽ അവർ ഭയങ്കര ആക്റ്റീവ് ആവും. കാരണം അതിൽ ഒരുപാട് കളിക്കാനൊക്കെ ഉണ്ടല്ലോ. നമ്മളെ പോലുള്ളവർക്കാണ് ഇതൊക്കെ കാണാനായിട്ട് കുറച്ചും കൂടി ഇൻട്രസ്റ്റ്. കുട്ടിയൊക്കെ തോന്നില്ല ഇതൊന്നും കണ്ടിട്ട്. അപ്പോൾ എൻ്റെ കസിൻ്റെ മോൻ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇതെന്താ ഇവിടെ വന്നത്, ഇവിടെ നിന്ന് പോവാം, ഇതെനിക്കിഷ്ടമായില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവരോട് കളിക്കുന്നൊക്കെ പറഞ്ഞു വിട്ടപ്പോൾ അവർ കുറച്ച് നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും വലിയൊരു താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതുപോലെ ഞങ്ങൾ കുറച്ച് പിക്സൊക്കെ ഇടയ്ക്ക് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ കളറിലുള്ള ഫ്ലവർ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് സൂമിൻ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുള്ള പൂക്കളായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. എനിക്കതിൻ്റെ പേരൊന്നും അറിയത്തില്ല. അതിനുശേഷം ഞാനും എൻ്റെ കസിനും കൂടി ഇതുപോലെ ഒരു വീഡിയോ എടുക്കാമായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെയും നമ്മൾ ഫ്ലവേഴ്സിൻ്റെ സെക്ഷനിലോട്ട് തന്നെ പോവാണ്. അതിനിടയിൽ 2 കുഞ്ഞു കിളികളുണ്ടായിരുന്നു കേട്ടോ. അതിനെ ഞാൻ ഇങ്ങനെ പറക്കുന്നതൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഇവളാണ് കേട്ടോ പ്രഗ്നൻറ്റ്. അതിനുശേഷം എൻ്റെ കസിൻ്റെയും ഹസ്ബൻഡിൻ്റെയും ഒരു വാക്കിംഗ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ നടക്കുന്ന ഞാനൊരു വീഡിയോ ആക്കി. പിന്നെ അത് പാട്ടൊക്കെ വെച്ചിട്ട് അവർക്ക് തന്നെ സെൻഡ് ചെയ്ത് കൊടുത്തു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ബൊട്ടാണിക്കൽ ഗാർഡൻ ഊട്ടിയിലൊക്കെ വരുന്നത്. അപ്പോൾ എനിക്ക് ഇത് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. അപ്പോൾ കുട്ടികളൊന്നും വരാനായിട്ട് താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരൊക്കെ അവിടെ തന്നെ പ്ലേസ് ചെയ്തു. അപ്പോൾ ഈ ഫ്രണ്ടിൽ പോകണതാണ് കേട്ടോ സിയാദക്ക, ഇക്കയും ഇക്കയുടെ വൈഫും ചെറിയ മോളും ഞാനും ഉമ്മയും പിന്നെ മാമിയും മാത്രമാണ് കേട്ടോ അവിടെയൊക്കെ ഒന്ന് ഫുള്ളൊന്ന് കറങ്ങിയത്. മറ്റുള്ളവരാരും തന്നെ വരാനായിട്ട് കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മാമിയും ഉമ്മയുമാണ് കേട്ടോ. ഇതുവരെ 2 പേരുടെ ഫോട്ടോസൊക്കെ ഞാൻ പിന്നെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അതിൻ്റെ മേലേക്കൊക്കെ പോകാനായിട്ട് പറ്റും കേട്ടോ. പക്ഷേ കുറച്ചധികം നടക്കാനുണ്ടെന്നേ ഉള്ളൂ. എന്തായാലും വന്നതല്ലേ വിചാരിച്ചിട്ട് മറ്റുള്ളവരൊക്കെ കുട്ടികളൊക്കെ ആയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്ന നേരത്തിന് ഞങ്ങളിവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി കാണാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളതൊക്കെ കാണാൻ വേണ്ടി അതിനുശേഷം എൻ്റെ കസിൻ കുറച്ച് നേരം കാണാഞ്ഞിട്ട് ഞങ്ങളെ തിരക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ കസിനും ഉമ്മയുടെ ഫോട്ടോ എടുത്തു. പിന്നെ കുട്ടികളെല്ലാം ഫോൺ ചെയ്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും അടുത്തേക്ക് വന്നു. അതിനുശേഷം കുട്ടികളുടെ എല്ലാം ഫോട്ടോസ് നമുക്ക് എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഇതാണ് കേട്ടോ സിയാദക്ക, നേരത്തെ കണ്ടത് അയക്കയുടെ വൈഫും മോളുമാണ് കേട്ടോ.
കുട്ടികളാരും തന്നെ ഫോട്ടോസ് എടുക്കാനായിട്ടൊന്നും താല്പര്യം കാണിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പോയിട്ട് അവരെ നിർത്തുന്നുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം കിട്ടിയ ഫോട്ടോസാണ് കേട്ടോ. ആരും തന്നെ ഒരു ഉഷാറില്ലാതാണ് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നേ. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഫോട്ടോ എടുത്ത് അവസാനിപ്പിക്കാനായിരുന്നു പിന്നത്തെ പരിപാടി. നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിയുന്ന നേരത്തിന് ഇവരൊന്ന് കറങ്ങി വേറൊരു ഏരിയ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒത്തിരി ദൂരത്ത് നിന്നാണ് കേട്ടോ അവരെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഹായ് ഹലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു വൈറ്റ് ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി നേരിട്ട് കാണാൻ നല്ലൊരു രസം തോന്നിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ കുറേ ഇതുപോലെ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഫ്ലവേഴ്സ് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. എനിക്കിതിൻ്റെ ഒന്നും പേരറിയത്തില്ല. അപ്പോൾ നല്ല നല്ല ഫ്ലവേഴ്സായിരുന്നു കേട്ടോ. അതിന് ശേഷം ഞാൻ എൻ്റെ കസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നടക്കുന്നതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നടന്നു പോകുന്ന വീഡിയോ ആണ് കേട്ടോ എൻ്റെ കസിൻ എടുക്കുന്നത്. ആ സമയത്ത് തന്നെ സിയാദിക്കയുടെ ഫാമിലി ഏറ്റവും താഴെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിൽ നിന്ന് നല്ല ലോങ് അവർ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളവരെ ആദ്യം കാണുന്നുണ്ടായിരുന്നില്ല. അതിന് ശേഷമാണ് നമ്മൾ താഴെ അവരെ കാണുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ വിളിച്ച് നോക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഞാൻ അവരോട് പറയുന്നുണ്ട് ഞാൻ നടന്നു വരുന്ന ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവളും അതുപോലെ തന്നെ ഞാൻ വരുന്ന ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ബാക്കിൽ എൻ്റെ കസിനും കുട്ടികളുണ്ട്, അവരെയും എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അതിനുശേഷം മക്കളോട് പറയുന്നുണ്ടായിരുന്നു ഫോട്ടോ എടുക്കട്ടെ, അവിടെ പോയൊന്നുമില്ലേ ആ വ്യൂവിൽ നിൽക്കുന്നൊക്കെ. അങ്ങനെ മോളോട് മോള് വന്ന് ഇങ്ങോട്ട് പറഞ്ഞു അവിടെ പോയി നിൽക്കട്ടെ എന്ന്. അങ്ങനെ അവിടെ പോയി നിർത്തി. അതുപോലെ 2-3 ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് തിരിക്കുകയാണ് കേട്ടോ. കാരണം കുട്ടികൾ ആരും തന്നെ അവിടെ നിൽക്കാൻ വില്ലിങ് ആവുന്നില്ല. അവർക്കൊക്കെ പുറത്ത് കിടന്നാൽ മതി എന്നുള്ളൊരു മൈൻഡായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പം നമ്മൾ നടക്കുന്നിടത്ത് തന്നെ ഒരു ഐ ലവ് ഊട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ സെക്ഷന് വേണ്ടിയിട്ടൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിർത്തി എല്ലാവരും ഫോട്ടോ എടുക്കുന്ന കണ്ടിട്ട് ഞാനും അതുപോലെ തന്നെ കുട്ടികളെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അടിപൊളിയൊരു വ്യൂ എല്ലാം നമ്മൾ കണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് നിന്നിട്ട് നമ്മൾ തിരിക്കുകയാണ് കേട്ടോ. ഫ്രണ്ടിൽ പോകുന്നവരൊക്കെ നമ്മളുടെ കൂടെയുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ മാമി അവിടെ നിന്നിട്ട് ഒരു ഫോട്ടോ കൂടി എടുക്കാൻ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ മാമി ഇങ്ങനെ യോ ഒക്കെ കാണിച്ചിട്ട് മാമി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ പുറത്തുനിന്ന് ഇതുപോലെ പൂ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പോലെ തന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണ് കേട്ടോ. ഉപ്പിലിട്ട മാങ്ങ അങ്ങനെയുള്ള ഐറ്റങ്ങൾ. അങ്ങനെ ഒരു മാങ്ങ തന്നെ ഒരു 2-3 പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരു പൊട്ടാറ്റോ ട്വിസ്റ്ററും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 എണ്ണമാണ് പൊട്ടാറ്റോ ട്വിസ്റ്റർ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതെല്ലാം ആയിട്ട് നമ്മളിങ്ങനെ പോയി. അതിനിടയിൽ കസിൻ്റെയും ഒരു നടത്തമാണ് കേട്ടോ പൂവൊക്കെ കൊണ്ട്. അതിനുശേഷം നമ്മൾ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് നമ്മൾ ഗേൾസ് എല്ലാവരും ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത്. ബോയ്സൊക്കെ മേളിലായിരുന്നു. അവരെല്ലാവരും അവർക്ക് ആവശ്യമായ ഇഷ്ടത്തിനനുസരിച്ച് മന്തിയാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിന് പുറത്ത് തന്നെ ഇതുപോലെ ഹോഴ്സ് റൈഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ ഓരോ 2 കുട്ടികളെ വീതമാണ് കേട്ടോ നമ്മൾ കയറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഹോസ് വലിയ പ്രശ്നമില്ലാത്തൊരു ഹോസായിരുന്നു. പക്ഷേ ആ വൈറ്റ് കുറച്ച് എനിക്ക് പ്രശ്നമുള്ളതായിട്ട് തന്നെ കേട്ടോ തോന്നിയത്. ഞാൻ അതിലേക്ക് കയറാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇങ്ങനെ കണ്ടോ തലയൊക്കെ ഇങ്ങനെ ചരിച്ച് പിടിച്ചിട്ട് നടക്കാൻ തന്നെ അത് കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കൊരു പേടി തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ രണ്ട് കുട്ടികളെ വീതം 2 ഹോസാണ് കേട്ടോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ കണ്ടേ കുറച്ച് ദൂരമേ കൊണ്ടുപോകുന്നുള്ളൂ, ഒരുപാട് ദൂരമൊന്നും കൊണ്ടുപോകില്ല കേട്ടോ. അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ അടുത്ത ആൾക്കാർ കയറുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അടുത്ത 2 കുട്ടികൾ പോയി കേട്ടോ ഈ ഹോസിൻ്റെ മേളിൽ. പക്ഷേ ഈ ഹോസ് ഒരു തലയ്ക്ക് എന്തോ തലയിട്ടിങ്ങനെ ഒരുമാതിരി വെട്ടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എല്ലാവർക്കും ഒരു പേടി പോലെ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു.
പിന്നെ പോയിട്ടുണ്ടായിരുന്നത് അലിഫയും അവളുടെ മോനും ആയിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഈ അലിഫയുടെ കൂടെ ഞാനാണ് പോകാനായിട്ട് നിന്നത്. പക്ഷേ എനിക്കൊട്ടും തന്നെ അതിൻ്റെ മേലെ കയറാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ വേറെ പോകാനായിട്ട് പോയപ്പോൾ അവളും അവളുടെ മോനുമായിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫൈനലി ഞാനും മോളുമാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. മോള് ഫസ്റ്റ് കയറിയിട്ടുണ്ടായിരുന്നു എങ്കിലും എനിക്കൊരു കൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ മോളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും മോളും കയറി വന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് പിന്നെ ബോട്ട് ഹൗസിലേക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ ടൈം കളയാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഓരോ സ്ഥലത്ത് കയറുമ്പോഴത്തേക്കും ലേറ്റ് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം തന്നെ ടൈം ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ അതിൽ നിന്ന് ഇറങ്ങി. അതിനുശേഷം പിന്നെ നമ്മൾ തന്നെ ഇവിടെ ബോട്ട് ഹൗസാണ് കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത്. ബോട്ട് ഹൗസിൽ കയറി അവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ ടിക്കറ്റിന് വേണ്ടിയിട്ടൊക്കെ. നമ്മളവിടെ ഒരു സൈഡിൽ വെയിറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ എൻട്രി ആയി. അപ്പോൾ ഇവിടെ ഒരു മിനി ട്രെയിൻ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടേക്ക് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് കുറച്ച് ആൾക്കാർ അതിലുണ്ടായിരുന്നു, അവർ പോയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ അവിടെ സൈഡിലായിട്ട് ചെറിയ ഒരു സ്ലൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് കുറച്ച് നടന്നു പോയി. കുട്ടികൾ അതൊക്കെ കണ്ടപ്പോൾ ഒരു ചെറിയൊരു സ്ലൈഡ് ഉണ്ടപ്പോൾ തന്നെ അവർ ഹാപ്പി ആയി കേട്ടോ. അവർക്ക് അങ്ങനെയൊക്കെയുള്ള കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് വേണം. അപ്പോൾ കുട്ടികളൊക്കെ കളിച്ചു അവിടെ. അതിനുശേഷം നമ്മൾ ട്രെയിനിൽ കയറി കേട്ടോ. ട്രെയിനിൻ്റെ സൈഡിൽ തന്നെ ഇതുപോലെ ഒരു എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അതൊക്കെ കാണാനായിട്ട് തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു. കുറച്ചും കൂടി മൂവ് ചെയ്ത് പോകുമ്പോൾ ഒരു കാടിൻ്റെ ഫീലിംഗ് ആണ് കേട്ടോ നമുക്ക് ഈ ട്രെയിനിലിരിക്കുമ്പോൾ. അങ്ങനെ ഇതിലാണ് കേട്ടോ ബോട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ ബോട്ടിങ്ങിൻ്റെ ടൈം നമ്മൾ ഈ ട്രെയിനിലും ഒക്കെ കയറിയപ്പോൾ തന്നെ കുറച്ചധികം തന്നെ ലേറ്റായിട്ടോ. അതുകൊണ്ട് ഇതുപോലെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഒരു കാടിനുള്ളിലൂടെ പോകുന്ന പോലെ തന്നെയാണ് കേട്ടോ തോന്നിയത്. അപ്പോൾ ഇതൊരു മിനി ട്രെയിനായിട്ടോ ഒന്നും തന്നെ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അടുത്തിങ്ങനെ ചേർന്ന് തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വരുന്നതാണ് കേട്ടോ. അപ്പോൾ തിരിച്ചു വരുമ്പം നമ്മൾ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഈ ഒരു കേവ് കണക്കുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന വീഡിയോ ആണ് കേട്ടോ ഞാനിതിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഈ കേവ് കഴിഞ്ഞാൽ നമ്മുടെ ഇറങ്ങേണ്ട സ്റ്റേഷൻ ആയിട്ടുണ്ട്. അങ്ങനെ ഒരു കുറച്ചേ ഉള്ളൂ കേട്ടോ ബോഗീസൊക്കെ തന്നെ. അങ്ങനെ നമ്മളുടെ ട്രെയിൻ യാത്ര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ ഇറങ്ങുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കാർ റേസിംഗ് ആയിരുന്നു കേട്ടോ. ഏറ്റവും കൂടുതലും ഈ ടൂറ് വന്നതിൽ കുട്ടികൾ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം ഇതായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് കുട്ടികളെല്ലാവരും തന്നെ കാർ റേസിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കുട്ടികളും കയറിയിട്ടുണ്ടായിരുന്നില്ല. 2 കുഞ്ഞു മക്കൾ ഒരാളേ ഉള്ളൂ കേട്ടോ കയറാഞ്ഞത്. ബാക്കി എല്ലാവരും തന്നെ ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അൻസർ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൻസറും കുഞ്ഞു മോനും കൂടിയാണ് കേട്ടോ ആ യെല്ലോ ഷർട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതും പിന്നെ കുട്ടികൾ രണ്ടുപേര് ഇത് തന്നെ കാർ റേസിങ്ങിൽ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കരമായിട്ട് അവർ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കാർ റേസിങ് ഭയങ്കര ബഹളവും കൂവലും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കുട്ടികൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് ശേഷം നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട്
നമ്മൾ നേരെ ഇനിയിപ്പം മറയൂരാണ് കേട്ടോ പോണത്. അപ്പോൾ നമ്മൾ ഊട്ടിയിലത്തെ ഒരു വ്യൂ ആണ് കേട്ടോ കാണുന്നത്. ഒരു ടാറ്റ ബൈ ബൈ പറയാൻ തന്നെ നമുക്ക് ഒരു വിഷമം പോലെ ഉണ്ടായിരുന്നു എനിക്ക് പേഴ്സണലി. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല വ്യൂസാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള വീടുകൾ ഇങ്ങനെ അടുപ്പിച്ച് അത് മാത്രമല്ല ഹില്ലിന് നടുകിലായിട്ട് ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ ഒരുപാട് നമുക്ക് മനസ്സിന് നല്ലൊരു എന്താ പറയുക, നമ്മുടെ മനസ്സിന് നല്ലൊരു കുളിർമയാണ് കേട്ടോ തരുന്നത് ഇതൊക്കെ കാണുമ്പോൾ തന്നെ. അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് നേരെ പോവുകയാണ്. ഇപ്പോൾ തന്നെ ടൈം ഒരു ഈവനിങ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഊട്ടിയിലെ ഡെയിലി ക്ലൈമറ്റ് എന്ന് പറയുന്നത് നല്ല ചൂടാണ് കേട്ടോ. നൈറ്റ് മാത്രമേ തണുപ്പുള്ളൂ. ഇതൊരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. എല്ലാവരും ഈ വ്യൂ പോയിൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. പക്ഷേ എനിക്ക് വലിയ ഒരു ഇതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഈ വ്യൂ പോയിൻ്റ് കണ്ടിട്ട് നമ്മൾ ഫ്ലൈറ്റിലൊക്കെ ഇരിക്കുമ്പോൾ ഇതിങ്ങനെ കാണാറുണ്ട്, അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് വലിയൊരു ഇത് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതിന് ശേഷം പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പാട്ട് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ ഫേവറേറ്റ് സോങ്ങാണ് ഇല്ലുമിനാറ്റി. അപ്പോൾ അത് തന്നെ വെച്ച് കൊടുത്തു. അപ്പോൾ കുട്ടികളൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ വലിയവരും ചെറിയ രീതിക്കൊക്കെ ഡാൻസിന് സ്റ്റെപ്പ് ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നൈറ്റ് ഡിന്നറിന് വേണ്ടിയിട്ട് ഈ ഒരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിന്ന് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഗീ റോസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ചില ആൾക്കാർ ബീഫും പൊറോട്ട അങ്ങനെ കഴിച്ചവരുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. ഭയങ്കര നല്ലതാണെന്നൊന്നും പറയാനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കുഴപ്പമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ നൈറ്റ് മറയൂർ പോവുകയാണ്. അപ്പോൾ നാളത്തെ വീഡിയോയിൽ മറയൂരും മൂന്നാറും ഒക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് അറിയിക്കുക കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.